കൊട്ടാരക്കൽ തെരുവുനായ ആക്രമണം 6 വയസ്സുകാരിയും ഗർഭിണി ഉൾപ്പെടെ 12 പേർക്കാണ് കടിയേറ്റത്. ഇതിന് പേവിഷബാധയുണ്ടോ എന്ന് സംശയമുണ്ട് നായ്ക്ക്. ഇവിടുന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് രോഗിയെ കണ്ട് ഇറങ്ങി വന്നപ്പോഴാണ് ഇതിന്റെ വാതിൽ വെച്ച് കഴിച്ചിട്ട് അത് പിന്നെ കടിക്കാനായിട്ടൊക്കെ നിൽക്കുക. അത് കണ്ടാലും കുഞ്ഞു പട്ടിയാ, ഒരു ആദ്യം ഒരു ഇതൊന്നും ഇല്ലാതെ ആരോഗ്യമില്ലാത്തൊരു പട്ടി. കൊട്ടാരക്കരയിൽ നിന്നും സുജിത് സുരേന്ദ്രൻ കൂടുതൽ വിവരങ്ങൾ നൽകും. സുജിത്തെ, ഈ നായ്ക്ക് പേവിഷബാധയുണ്ട് എന്ന് സംശയം ആരാണ് പറയുന്നത്? നാട്ടുകാരാണോ വിദഗ്ധരായ ആളുകളാണോ? അതേ സ്കൈൻ നാട്ടുകാർ തന്നെയാണ് ഇത്തരത്തിലൊരു സംശയം പറയുന്നത്. കാരണം ഇന്നലെ രാത്രിയും പകലുമായിട്ടാണ് ആറും വീതം 12 പേരെ ഈ നായ കടിച്ചത്. മിനർവ തിയേറ്ററിന് സമീപത്തോ നിന്നുമാണ് ഈ ഉച്ചയോടുകൂടി ഈ നായ പുറത്തെത്തിയത്. അതിനുശേഷം ചന്തമുക്കിലേക്ക് വരികയും ചന്തമുക്ക് പരിസരത്ത് നിന്ന് ആളുകളെ കടിക്കുകയും അതിനുശേഷം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി പരിസരത്ത് എത്തുകയും ചെയ്തു. അവിടെയും നിരവധി പേർക്ക് കടിയേറ്റു. രാത്രി മാത്രമാണ് ഏതാണ്ട് 6 പേർക്ക് കടിയേറ്റത്. ഇവരൊക്കെ തന്നെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. എല്ലാവരുടെയും കാലിലും അതുപോലെ തന്നെ പുറത്തുമൊക്കെയാണ് നായ കടിച്ചിട്ടുള്ളത്. ഒരു ചെറിയ നായയാണെന്നാണ് ഇവരൊക്കെ തന്നെ പറയുന്നത്. പക്ഷേ ഈ നായ ഇതുവരെ പിടികൂടിയിട്ടില്ല എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഇതിനെ പിടികൂടണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കാരണം സമീപത്ത് നിരവധി സ്കൂളുകളൊക്കെ ഉള്ളതാണ്, കുട്ടികളുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ നായയെ എത്രയും വേഗം പിടികൂടണമെന്നാണ് ആവശ്യമുള്ളത്. കൊട്ടാരക്കര ടൗണിലും അതുപോലെ തന്നെ പരിസരത്തൊക്കെ തന്നെ വലിയ രീതിയിലുള്ള തെരുവുനായ ശല്യം രൂക്ഷമായിരിക്കുകയാണ്. എസ് കെ. താങ്ക് യു സുജിത് സുരേന്ദ്രൻ. എന്തായാലും ഈ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ നമ്മുടെ ആൾക്കാരെ മോചിപ്പിക്കാൻ എന്താണ് ചെയ്യണമെന്നറിയില്ല. കാര്യം ഒരു നായയും കൊല്ലാൻ നമുക്ക് നിയമമില്ല. അതേസമയം ഈ തെരുവുനായയുടെ കടിയിൽ നമുക്ക് രക്ഷപ്പെടണമെന്ന് താനും.